ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമുക്ക് എങ്ങനെയാണ് ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതിന് അല്ലെങ്കിൽ ആധാറിന്റെ ഒക്കെ സർവീസ് കാര്യങ്ങളൊക്കെ വരുന്ന മൈ ആധാർ എന്നുള്ള പോർട്ടലിലാണ്. ഇതിനകത്ത് നമുക്ക് ലോഗിൻ ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം, ലോഗിൻ ചെയ്യാതെയും ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ലോഗിൻ ചെയ്യാതെ എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. അതിനായിട്ട് ഇവിടെ ഡൗൺലോഡ് ആധാർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് ഒന്നുകിൽ ആധാർ നമ്പർ ആയിരിക്കണം, അല്ലെങ്കിൽ എൻറോൾമെന്റ് ഐ ഡി ആയിരിക്കണം, അല്ലെങ്കിൽ വെർച്വൽ ഐ ഡി ആയിരിക്കണം. അതായത് നമ്മൾ കയ്യിൽ ആധാർ നമ്പർ ഉണ്ടെങ്കിൽ ആധാർ നമ്പർ കൊടുക്കാം. ഇനി എല്ലാം പുതുതായിട്ടൊക്കെ കൊടുത്തിരിക്കുന്ന ആധാറാണ് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതെങ്കിൽ അതിൽ ആധാർ നമ്പർ ഉണ്ടാവില്ല. പുതിയൊരു ആൾക്ക് പുതുതായിട്ടൊരു ആധാർ എടുത്തതാണെങ്കിൽ സോ അങ്ങനെയുള്ള ആളുകൾക്ക് എൻറോൾമെന്റ് ഐ ഡി ആയിരിക്കും ഉണ്ടാവുക. സോ എൻറോൾമെന്റ് ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കാം. ആധാർ നമ്പർ ആണെങ്കിൽ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ക്യാപ്ച എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ക്യാപ്ച ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം ഒ ടി പി അയക്കുക എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലോട്ട് ഒ ടി പി വന്നിട്ടുണ്ടാവും. വന്നിരിക്കുന്ന ഒ ടി പി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡൗൺലോഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇത് നമുക്കൊരു ഫയൽ ഡൗൺലോഡ് ആയിട്ട് വരുന്നതാണ്. നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതിനകത്തൊരു പാസ്വേഡ് ഉണ്ടായിരിക്കും. ആധാർ കാർഡിന്റെ പാസ്വേഡ് എന്നുള്ളത് ആളുടെ പേരിന്റെ ആദ്യത്തെ 4 അക്ഷരം, അത് വലിയ അക്ഷരമായിരിക്കണം, ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം കൊടുക്കേണ്ടത്. ഒപ്പം തന്നെ ജനിച്ച വർഷം, ഇതാണ് നമ്മൾ ഇതിന്റെ പാസ്വേഡ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. ദെൻ എൻ്റർ അടിക്കുക. ഇപ്പൊ നമുക്ക് ആധാർ കാർഡ് ഇവിടെ ഡൗൺലോഡ് ആയിട്ട് വന്നിട്ടുണ്ടാകും. ഈ രീതിയിൽ നമുക്ക് പ്രിന്റ് എടുത്ത് കൊടുക്കാം. ഈ രീതിയിലാണ് നമ്മൾ ആധാർ കാർഡിന്റെ പ്രിന്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നത്.